സാർ, ഇറാനിൽ 2 സുപ്രീം കോടതി ജഡ്ജിമാരെ വെടിവെച്ച് കൊന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത് എന്തായിരിക്കും സാർ സംഭവം? ഇത് കൊന്നത് MOK, അതായത് മുജാഹിദ്ദീൻ ഇ ഖൈഖ് എന്ന് പറഞ്ഞൊരു വിമതസേന അൽബേനിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. ഇറാനിൽ നിന്ന് പുറത്താക്കിയതാണ്. ഫ്രാൻസിലായിരുന്നു, പിന്നെ ഇറാഖിലായിരുന്നു. ഇവിടെ നിന്നൊക്കെ പുറത്താക്കി ഇപ്പോൾ അൽബേനിയ കേന്ദ്രമാക്കി ഒരു 10,000 പേര് അവരുടെ കൂട്ടത്തിലുണ്ട്. ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഇസ്ലാമിസ്റ്റ് സംഘടനയാണിത്. അപ്പോൾ ഇത് വിമതസേനയായതുകൊണ്ട് പലപ്പോഴും മുമ്പ് ഇത് അമേരിക്ക ഇതിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് അത് വിത്ത്ഡ്രോ ചെയ്തു, പിൻവലിച്ചു. അപ്പോൾ അത്യാവശ്യം ഈ ഇറാൻ വിരുദ്ധ വിമതസേനയായതുകൊണ്ട് ആദ്യം ഈ ഷാ ഭരണത്തിനെ പുറത്താക്കിയിട്ട് ഈ ഖൊമൈനിയെ കൊണ്ടുവരാനൊക്കെ നിന്നതാണ്. പിന്നെ ഈ മൊല്ലാക്കന്മാർക്കെതിരെ ആയി, ഇവരായത്തുള്ളമാർക്കൊക്കെ എതിരായി. അങ്ങനെ കുഴപ്പത്തിൽ ചാടിയിട്ട് പിന്നെ ഇവർ ഈ ആയത്തുള്ളമാർക്കെതിരെയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പുറത്തേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ ഇവർ അത്യാവശ്യം മൊസാദും അമേരിക്കയൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരു പക്ഷേ ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ കൊന്നതിൻ്റെ പിന്നിൽ മൊസാദാണ് എന്ന് നമുക്ക് കരുതാം. കാരണം ഈ രാഷ്ട്രീയ കേസുകൾ, ചാരക്കേസുകൾ ഇതൊക്കെ നോക്കിയിരുന്ന 2 സുപ്രീം കോടതി മുതിർന്ന സുപ്രീം കോടതി ജഡ്ജിമാരെയാണ് കൊന്നിരിക്കുന്നത്. അവരുടെ ചേംബറിൽ, സുപ്രീം കോടതിക്കകത്ത് അവരുടെ ചേംബറിൽ കടന്നു ചെന്നിട്ടാണ് വെടിവെച്ചു കൊന്നത്. എന്നിട്ട് കൊന്നയാൾ ആത്മഹത്യ ചെയ്തു, സ്വയം വെടിവെച്ച് മരിച്ചു. ജഡ്ജിമാർ ഷിയ മുസ്ലിം പണ്ഡിതന്മാരാണ്, ശരീഅത്തൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ്. അങ്ങനത്തെ ജഡ്ജിമാരെയാണല്ലോ മതഭരണ കൂടത്തിലുണ്ടാവുക. അപ്പോൾ മുസ്ലിമീൻ മോഗിസെ, പിന്നെ ഹജ്ജാത്ത് അൽ ഇസ്ലാം അലി റസീനി, ഈ 2 ജഡ്ജിമാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒരു മധ്യനിരയിലുള്ള ജഡ്ജിമാരാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. എന്താണ് ഇതിൻ്റെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാലും എന്താണ് മോട്ടീവ് എന്നുള്ളതല്ലേ, എന്തുകൊണ്ടാണ് ഇവരെ വകവരുത്തിയത് എന്നുള്ളതിൽ ചോദ്യം വരിക. അപ്പോൾ അവിടുത്തെ ജുഡീഷ്യറിയുടെ വക്താവ് അസ്ഗർ ജഹാംഗീർ പറഞ്ഞിട്ടുണ്ട്, ഈ ജഡ്ജിമാർ ചാരന്മാർക്കും ഭീകരന്മാർക്കും എതിരെ കഴിഞ്ഞ 1 വർഷം ഒരുപാട് കേസുകളിൽ വിധിച്ചിട്ടുണ്ട്. ചാരന്മാർക്കും ഭീകരന്മാർക്കും എതിരെ എന്ന് പറഞ്ഞാൽ ഇറാനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർക്കെതിരെ വിധി പലതും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ക്ഷോഭവും രോഷവും ഉണ്ടായിരുന്ന ഭീകരന്മാരെ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേലികൾക്കെതിരായ കേസുകൾ ആണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് അർത്ഥം. അമേരിക്കക്കെതിരെ, പ്രതിപക്ഷത്തിനെതിരെ, ഇസ്രയേലിനെതിരെ അങ്ങനത്തെ കേസുകളാണ് ഈ 2 ജഡ്ജിമാരും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പ്രതിപക്ഷ വെബ്സൈറ്റുകളിൽ ഈ മൊഗിസയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, ഈ മൊഗിസ രാഷ്ട്രീയ തടവുകാരുടെ കേസുകളൊക്കെയാണ് കൈകാര്യം ചെയ്ത് ഇവരെയൊക്കെ തടവിൽ അടച്ചിരുന്നത് എന്ന് പ്രതിപക്ഷ വെബ്സൈറ്റുകളിൽ കാണാം. ഈ റസീനിയെ, മറ്റേ ജഡ്ജിയെ 1998 കൊല്ലാനുള്ളൊരു ശ്രമം നടന്നിരുന്നു. അപ്പോൾ മുമ്പേ ടാർഗറ്റാണ് ആ ജഡ്ജി. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു ഭീകരാക്രമണം. ഈ ഹാൻഡ് ഗണ്ണുമായിട്ട് ഇവരുടെ ഓഫീസിൽ കയറി ചെന്നിട്ടാണ് ഈ അക്രമി ഇത് ചെയ്തത്. ഒരു അംഗരക്ഷകന് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഒരു ജഡ്ജിയുടെ അംഗരക്ഷകന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് നേരത്തെ ഈ റസീനി എന്ന് പറഞ്ഞ ജഡ്ജിയെ കൊല്ലാൻ 1998 ശ്രമം നടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മുമ്പ് ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലാൻ മൊസാദ് ശ്രമിച്ചത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് ബോംബ്, അതായത് കാറിന്റെ സൈഡിൽ ഒട്ടിച്ചു വെക്കും മാഗ്നറ്റിക് ബോംബ്. അങ്ങനെ ആ കാറ് പൊട്ടിത്തെറിച്ച് അതിൽ കയറുമ്പോൾ മരിച്ചു പോകും. അപ്പം നേരത്തെ ഇറാൻ ആണവ ശാസ്ത്രജ്ഞന്മാർക്കെതിരെ നടത്തിയ ആക്രമണം പോലത്തെ ഒരു ആക്രമണമാണ് അന്ന് നടന്നിരിക്കുന്നത്, മാഗ്നറ്റിക് ബോംബ്. അപ്പോൾ ഇസ്രയേലിൻ്റെ പങ്ക്, അതിൻ്റെ സൂചനയാണത് ഈ റസീനിയെ നേരത്തെ ടാർഗറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ടാർഗറ്റ് ചെയ്തതും ഈ MOK എന്നും MEK എന്നും പറയും, ആ സംഘടന വഴി.
എന്ന് വേണം കരുതാൻ. അന്ന് ടെഹ്റാനിലെ ജുഡീഷ്യറി മേധാവിയായിരുന്നു ഈ ജഡ്ജി എന്ന് പറഞ്ഞാൽ ഈ മസീനി എന്ന് പറഞ്ഞ ജഡ്ജി. ഇപ്പോൾ ഈ ആക്രമണം നടത്തിയ സംഘടന എന്ന് പറയുന്നത് മുജാഹിദ്ദീൻ ഈ ഗൈഖ് MEK എന്ന് MOK എന്ന് ഷോർട്ട് ഫോം ഉണ്ട്. ഈ വിമത ഇറാൻ ഗ്രൂപ്പാണ്, അൽബേനിയാണ് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കേന്ദ്രം. ഈ അക്രമിക്കെതിരെ ഇപ്പോൾ ഈ രണ്ടുപേരെയും വെടിവെച്ച് എന്ന അക്രമിക്കെതിരായ ഒരു കേസും സുപ്രീം കോടതിയിൽ ഇല്ല. അപ്പോൾ അയാൾക്ക് നേരിട്ട് വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഒരു സംഘടനയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് കരുതുന്നത്. ഈ MEK എന്ന് പറഞ്ഞ സംഘടനയുടെ പേര് ഇംഗ്ലീഷിലേക്ക് ആക്കിയ പീപ്പിൾസ് മുജാഹിദ്ദീൻ ഓഫ് ഇറാൻ എന്ന് വരും. മുജാഹിദ്ദീൻ സംഘടനയാണത്. അമേരിക്ക പണ്ട് ഭീകരസേനയായിട്ട് 1970കളിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഇറാനിലുള്ള അമേരിക്കൻ പൗരന്മാർക്കെതിരായ ആക്രമണം കുറേ ഉണ്ടായി. അങ്ങനെയാണ് അമേരിക്ക അത് ചെയ്തിരുന്നത്. അന്ന് സദ്ദാം ഹുസൈനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഈ സംഘടനയ്ക്ക്. ഇപ്പോൾ അത്തരം ബന്ധങ്ങളൊന്നും ഇറാഖുമായിട്ടില്ല. ഷായെ പുറത്താക്കാനായിട്ട് ശ്രമിച്ചിരുന്ന സംഘടനയാണ്. അത് കഴിഞ്ഞ് ആയത്തുള്ള വിരുദ്ധരായി ഇവർ. ഖൊമേനിക്കും ആദ്യത്തെ ഖൊമേനിക്കും ഒക്കെ എതിരെ 1981 ഫ്രാൻസ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇറാനിൽ നിന്ന് പലായനം ചെയ്തിട്ട് ഫ്രാൻസ് അഭയം കൊടുത്തിരുന്നു. 1986 ഇറാഖിലേക്ക് പോയി. ഇറാഖിലെ നൗരി അൽ മലീക്കി സർക്കാർ ഇപ്പോൾ ഇറാൻ അനുകൂലമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഇറാഖിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. 2014 ഈ സംഘടനയിൽപ്പെട്ട 3000 പേരും ബാഗ്ദാദിലെ ക്യാമ്പ് ഹുറിയ അവിടെ ഉണ്ടായിരുന്നു. 1965 ഇടതുപക്ഷ വിദ്യാർത്ഥികൾ ആണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത്. മസൂദ് രാജവി ആയിരുന്നു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി നേതാവ്. ഇയാളിപ്പോൾ അപ്രത്യക്ഷനായിട്ട് കുറേ കാലം ആയി. ഇയാളുടെ ഭാര്യ മറിയം രാജവിയാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്. ഭാവിയിലെ ഇറാൻ പ്രസിഡന്റ് എന്നൊക്കെ അവരെ പറ്റി പറയാറുണ്ട്. അപ്പോൾ തങ്ങളെല്ലാം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പേക്കാർ എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. മുമ്പ് ഈ അക്രമത്തിനെ പറ്റിയല്ല, മുമ്പ് ഇറാനിൽ നടത്തിയിട്ടുള്ള പല ആക്രമണങ്ങളും ഉന്മൂലനങ്ങളും പേക്കാർ എന്ന് പറഞ്ഞ സംഘടനയാണ് ഞങ്ങളെല്ലാം നടത്തിയതെന്ന് മസൂദ് രാജ്വി പറഞ്ഞിരുന്നു. പിന്നെ ഈ മാർക്സിസം, ലെനിനിസം, ഇസ്ലാമിസം ഇതൊക്കെ ചേർത്ത് പണിതുകൊണ്ടിരിക്കുന്നൊരു ഇടത് സംഘടനയാണത്. മുജാഹിദ്ദീനുകളെ ഭരണകൂടം വേട്ടയാടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ പലായനം ചെയ്തത്. 1981 ഇറാൻ്റെ പ്രസിഡൻറ്റിനെയും പ്രധാനമന്ത്രിയെയും കൊന്നിരുന്നു ഈ സംഘടന. 1981. 1979 ഷായെ അട്ടിമറിക്കുന്നത്. അപ്പോൾ ആ അട്ടിമറി ഷായ്ക്കെതിരായിരുന്നു. ഈ മസൂദും മറിയവും രാജീവിയും കൂടി ഒന്നിച്ച് ദമ്പതിമാർ ഈ സംഘടന കെട്ടിപ്പടുത്തത്. 2003 മസൂദ് അപ്രത്യക്ഷനായി. അത് ഇറാഖിലെ അമേരിക്കൻ അധിനിവേശം ഉണ്ടായല്ലോ, ആ സമയത്താണ് ഈ മസൂദ് രാജ്വി അപ്രത്യക്ഷനാകുന്നത്. പിന്നെ അയാളെ പറ്റിയൊന്നും വിവരമില്ല. ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഇയാൾ തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സിനിമാ നടനായ ജയൻ മരിച്ചിട്ടില്ല, തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്ന കുറേ ആരാധകന്മാരില്ല. അതുപോലെ മസൂദ് തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. 5000 മുതൽ 10000 വരെ ഭടന്മാർ ഇവർക്ക് വിദേശങ്ങളിലുണ്ട്. അപ്പോൾ പൊതുവെ വിദേശങ്ങളിൽ ഇവർക്ക് ഫണ്ടൊക്കെ കിട്ടണമല്ലോ, ഇറാനെതിരെയാണല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ അമേരിക്കൻ ഫണ്ടും ഇസ്രയേൽ ഫണ്ടും ആണ് കിട്ടുക. പിന്നെ ഈ ഇസ്മയിൽ ഖാനിയുടെയൊക്കെ കൊലപാതകമൊക്കെ നടന്നില്ലേ ഇറാൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ ഇറാനെ നന്നായിട്ട് അറിയാവുന്ന ആളുകൾ വേണം ഇത് ചെയ്യാൻ. ഇറാനെ നന്നായിട്ട് അറിയാവുന്നവരെന്ന് പറയുന്നാൽ അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുക ഈ MEK എന്ന് പറഞ്ഞ സംഘടനയാണ്. കാരണം അവർക്ക് ഇറാനിൽ നിന്ന് പലായനം ചെയ്തവരാണ്. ഇറാൻ അവർക്ക് നന്നായിട്ട് അറിയാം. 1. 2, ഇറാനിൽ അവർക്ക് നെറ്റ്വർക്ക് ഉണ്ടാവുമല്ലോ, സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാവും. ഈ മാവോയിസ്റ്റുകൾ
വേറെ ഗഡ്ചിറോളിയിലൊക്കെ ആണെങ്കിലും കേരളത്തിലും എവിടെയെങ്കിലും മാവോയിസ്റ്റുകൾക്ക് ലിങ്ക് കാണും. ഉണ്ടാവും. മുണ്ടൂർ രാവണ്യൊക്കെ ഉണ്ടായിരുന്ന പോലെയൊക്കെയുള്ള ആളുകൾ എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് സ്ലീപ്പർ സെല്ലുകൾ കാണും. അപ്പോൾ ഒരു മറ്റേ മൊസാദ് ഓപ്പറേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന. അപ്പം ഈ സ്വാഭാവികമായിട്ടും ഇപ്പം ട്രംപ് അധികാരത്തിലേക്ക് എത്തുന്നതോടുകൂടി ഇറാന് കൂടുതൽ പ്രശ്നങ്ങളുണ്ടായി, ആഭ്യന്തര കലാപം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭീകര സംഘടനകൾക്ക് വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള സാധ്യത. ഇറാനിൽ എന്താ ആഭ്യന്തര കലാപം ഉണ്ടായിക്കഴിഞ്ഞാലും MAK അതിൽ പ്രധാനപ്പെട്ട പങ്ക് എന്നെപ്പോഴും പറയാറുണ്ട്. അല്ല, സുപ്രീം കോടതി ജഡ്ജിമാരെ കൊല്ലാൻ ധൈര്യം കാണിച്ചവർക്ക് ഇനി എന്തൊക്കെ വേണമെങ്കിലും ചെയ്തുകൂടെ? കാരണം സമ്പത്തും ആയുധം കൂടെ കിട്ടിയാലേ. ഇവരെയും കൂടി പേടിച്ചിട്ടാണ് മറ്റേ ഗമനയെ ടണലിൻ്റെ അകത്തൊക്കെ കുറിച്ചിരിക്കുന്നത്. പുറത്തു വരുന്നില്ലല്ലോ ഇപ്പോൾ. ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.